ഹായ് ഹലോ നമസ്തേ. ട്രിവൻ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു മൂവി റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കുറേ യാത്രാ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഓണം സമയം ആയി വരുന്നത്, ഓണാഘോഷം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ സിനിമകൾ റിലീസാവാതെ ഒരു ഓണാഘോഷം നമുക്ക് മലയാളത്തില്ല. ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഓണം പ്രമാണിച്ച് റിലീസാവുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന രീതിയിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടുള്ള ഖലീഫ ഇന്ന് റിലീസായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓണം ചിത്രങ്ങളിൽ ഫസ്റ്റ് റിലീസാണ് കേട്ടോ ഈ ഖലീഫ. അപ്പോൾ ഞാൻ ആ സിനിമ പോയി കണ്ടു. അപ്പോൾ ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കരുതി അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നേരെ വീഡിയോ എടുക്കുക. ഖലീഫ നമ്മുടെ ട്രെയിലറും ടീസറും എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു അണ്ടർവേൾഡ് ഡോൺ അല്ലെങ്കിൽ അതോ ലോകമാണ് ഈ സിനിമയെ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം ശരി തന്നെയാണ്. നമ്മുടെ ഗോൾഡ് സ്മഗ്ലിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമാണ് ഈ സിനിമയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഈ സിനിമയിൽ കൂടി കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ഇത് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്തവരുടെ യഥാർത്ഥ അനുഭവമാണോ ഈ സിനിമയിൽ കൂടി കാണിച്ചിരിക്കുന്നതെന്ന് പോലെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് കേട്ടോ. ഖലീഫ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. വൈശാഖിൻ്റെ മിക്ക സിനിമകളും നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിനു എബ്രഹാമാണ്. ഈ ജിനു എബ്രഹാം തന്നെയാണ് സിനിമയുടെ തിരക്കഥ റൈറ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ട് ലീഡ് റോള് പൃഥ്വിരാജ് സുകുമാരൻ, പിന്നെ ഏറ്റവും സൂപ്പർ ക്യാമിയോ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ, സ്വന്തം ലാലേട്ടൻ. പിന്നെ ഇതിൽ നടിയുണ്ട്. നടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചെറിയൊരു പോർഷനേ ഉള്ളൂ. വലിയ ഡയലോഗും കാര്യങ്ങളൊന്നും സ്ക്രീനും അങ്ങനെയൊന്നുമില്ല. ആ ഒരു സിനിമയ്ക്ക് ഒരു ഹീറോയിൻ വേണമല്ലോ, അപ്പോൾ അതെന്തായാലും ഈ സിനിമയിലും ഉണ്ട്. പിന്നെ ഷമ്മി തിലകൻ, രഞ്ജി പണിക്കർ, പിന്നെ സഞ്ജു ശിവറാം, മോഹിനി, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ കൂടി കടന്നു പോകുന്നത്. എല്ലാവരും അവരുടെ റോൾസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടീസറും ട്രെയിലറും കണ്ടിരിക്കുന്ന ആ ഒരു ആവേശത്തോടെയാണ് മോഹൻലാലിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ്. ആ ഒരു ആവേശത്തിലാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത് ഓർത്തോണം. അപ്പോൾ ആ ഒരു ആവേശം നമുക്ക് തുടക്കത്തിൽ ഒരു ഡൗൺ നമുക്ക് ഈ സിനിമയിൽ കൂടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഒരു മുഴുനീള സിനിമ, ഈ 2.25 മണിക്കൂർ അടിച്ച് ഈ സിനിമ ദൈർഘ്യമുള്ളതാണ്. അപ്പോൾ ആ 2.25 മണിക്കൂർ നമുക്ക് എൻ്റർടൈൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ചില സ്ഥലങ്ങളിലെങ്കിലും നമുക്ക് കഥ ഒരു സ്ലോ ആയിട്ട് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഒരു ലാഗ് ഫീൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലുള്ള കഥ നമുക്ക് ഒരു സ്ലോ ആയിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നീട് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ നമ്മളെ ആ ഒരു പോർഷനോട്ട് അടുക്കുന്ന സമയത്ത് സിനിമ ഒരു കയറ്റമുണ്ട്. നല്ലൊരു എൻ്റർടൈൻ രീതിയിലാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇൻ്റർവെല്ലിന് തൊട്ടുമുമ്പത്തെ പോർഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ നമ്മുടെ ഇൻ്റർവെല്ലിന് തൊട്ടുമുമ്പത്തെ ആ ഒരു സീൻസ് തന്നെയാണ്. പിന്നെ ഒരു ആക്ഷൻ സിനിമയാണ്. നമ്മുടെ ട്രെയിലർ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ടീസറുണ്ട്. അതിൽ തന്നെ പൃഥ്വിരാജിൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ പാക്ഡ് സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു ആക്ഷൻ തന്നെയാണ്. സിനിമയിൽ നല്ല രീതിയിലാണ് സ്റ്റണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ളത് ഒന്നല്ല, 2-3 പേരുണ്ട്. ഒന്ന് യാനിക് ബെന്നെ, ചേതൻ ഡിസൂസ, ഫീനിക്സ് പ്രഭു, അങ്ങനെ 2-3-4 പേരാണ് ഈ സിനിമ സ്റ്റണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഈ സിനിമയുടെ മ്യൂസിക്. ജെയ്ക്സ് ബിജോയ് കഴിഞ്ഞ സമീപകാല മലയാള സിനിമകളുടെ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ള BGM അല്ലെങ്കിൽ മ്യൂസിഷ്യൻ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജെയ്ക്സ് ബിജോയ്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമ്മൾ ആരും ഇതുവരെ ഒരു കുറ്റവും കണ്ടെത്തിയിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു സിനിമയെ നല്ല രീതിയിൽ കയറി കൊണ്ട് പോകാനായിട്ട് നമ്മുടെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിന് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിന് കൊടുത്തിരിക്കുന്ന BGMs അല്ലെങ്കിൽ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ടതില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് സ്വർണ്ണക്കള്ളക്കടത്ത്. ആ ഒരു നമ്മൾ കുറച്ച് വർഷം മുന്നേ ചാനൽ ചർച്ചയിലൊക്കെ ചെയ്തതുപോലത്തെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമയിലും ആസ്പദമാക്കി വരുന്നുണ്ട്. അത് എങ്ങനെയാണ് സിനിമയുടെ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് എല്ലാം വരുന്നതെങ്കിൽ പോലും നമുക്ക് ഒരു യാഥാർത്ഥ്യ ബോധം ചിലപ്പോൾ ആ സീൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും. പൊളിറ്റിക്കൽ ഇഷ്യൂസും രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൂടി കാണിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലല്ല സിനിമ വരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചായ്വെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന് ചായ്വാണെന്നോ ആ രീതിക്കല്ല ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പൊളിറ്റിക്കൽ സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ സമീപ കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈന്തപ്പഴം, അതിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ കുരു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, സ്വർണ്ണം കള്ളക്കടത്ത് ചെയ്യുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ പോലും വിശ്വസിക്കാത്ത, കണ്ടാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മെത്തേഡ്സാണ് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഇത് കാണിക്കുന്നുണ്ട്. എയർപോർട്ട് വഴി എങ്ങനെയാണ് പുറത്തുനിന്ന് ഗോൾഡ് നമ്മുടെ കേരളത്തിലോട്ടും ഇന്ത്യയിലോട്ടൊക്കെ എത്തുന്നത്, ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു പേഴ്സൺ തോന്നുന്നത് ഈ സിനിമയിൽ സ്വർണ്ണം കള്ളക്കടത്ത് ചെയ്ത യഥാർത്ഥ വ്യക്തികൾ അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി റിയാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട് ഈ സിനിമയിൽ കൂടി. പിന്നെ ഈ സിനിമയിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പം മറ്റും നമുക്ക് ഫീലാവും. പക്ഷേ പിന്നീടാണ് നമ്മൾ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലാലേട്ടൻ എപ്പോൾ വരുമെന്നാണ്. തുടക്കം മുതലേ കാത്തിരിക്കാൻ ലാലേട്ടൻ്റെ എപ്പോഴാണ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനും സഞ്ജുവൊക്കെ പോയത് സിനിമ കാണാനായിട്ട്.
അത് പക്ഷേ കുറേ ലേറ്റായി എന്ന് വേണമെങ്കിൽ പറയാം ലാലേട്ടന് വരുന്ന സമയത്ത്. സിനിമയുടെ അവസാനത്തോട് അടുക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടുന്നത്. അത് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ആ സ്ക്രീനിൽ ലാലേട്ടൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ആവശ്യമുണ്ടല്ലോ, തിയേറ്റർ മൊത്തത്തിൽ കുലുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി സ്വാഗ്, അമ്മാതിരി BGM, ഒരു രക്ഷയില്ലാത്ത ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ ലാലേട്ടൻ വന്നത്. ചെറിയ കുറച്ച് പോർഷൻ ഉള്ളെങ്കിൽ പോലും ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ്. അതിനുശേഷം കുറച്ച് പേരുടെ ക്യാമിയോ ഉണ്ട്. നമുക്ക് വിചാരിക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. സിനിമയുടെ ടീസറിൽ ട്രെയിലർ ഒരു സൂചന പോലും തരാത്ത രീതിയിലുള്ള ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ ക്യാമിയോ റോൾസാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ആരാണെന്നുള്ളത് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. എങ്കിലും നമുക്ക് ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. 2.25 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഞാൻ പറയും. എനിക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു സ്ലോ അല്ലെങ്കിൽ ഒരു ലാഗ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ പെട്ടെന്ന് കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നായകൻ പെട്ടെന്ന് പണക്കാരനാകുന്നു, അല്ലെങ്കിൽ ഗോൾഡ് കള്ളത്തരത്തിലോട്ട് വരുന്നു, അതൊക്കെ വളരെ ഫാസ്റ്റായിപ്പോയി. അല്ലെങ്കിൽ നായകന് പെട്ടെന്ന് ഒരു കല്യാണത്തോട് അടുക്കുന്നു, അതെല്ലാം വളരെ പെട്ടെന്നായിപ്പോയി. കഥയോട് ഒരു ഫാസ്റ്റാക്കി ഒരു ഭയങ്കര ഒരു ഫാസ്റ്റ് വന്നതുപോലെ നമുക്ക് തോന്നാം. സംവിധായകൻ എങ്ങനെയെങ്കിലും എത്തിക്കണമല്ലോ. അതുകൊണ്ട് ആ രീതിക്ക് നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് എന്ന് പറയാം. എനിക്കിത് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓണക്കാലത്ത് കാണാൻ പറ്റിയ, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. ആക്ഷൻ സിനിമയാണ്, കുറച്ച് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ഷൻ ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടത്തില്ല. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം സ്റ്റണ്ട് ഒരു രക്ഷയില്ലാത്തതാണ്. കുറച്ച് നമ്മുടെ എന്ത് പറയുക, സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഈ സിനിമയിലുണ്ട്. പൃഥ്വിരാജിൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ട് അവരുടെ ഒരു ആക്ഷൻ ഉണ്ട്. അത് സെക്കൻഡ് പാർട്ടിൽ അത് ഒരു രക്ഷയില്ലാത്ത ഹെവി സാധനമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത ഒരു ഫീലാണ് ആ സിനിമയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അല്ലെങ്കിൽ എന്തായാലും സിനിമ റിലീസായതിനു ശേഷം ഒരുപാട് റിവ്യൂ വരും. ആ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. അത് സിനിമയുടെ പാർട്ടാണ്. അപ്പോൾ ഓണം സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഓണ ചിത്രങ്ങളിൽ ഖലീഫ നല്ല രീതിയിൽ കളക്ഷൻ റെക്കോർഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല റെക്കോർഡ് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ കളക്ഷൻസ് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഒരു നല്ല രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് നീൽ നിതിൻ മുകേഷാണ്. നമ്മുടെ കത്തി സിനിമയിലെ വിജയുടെ വില്ലനായിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ബോളിവുഡ് ആക്ടറാണല്ലോ അദ്ദേഹം. ആ ഒരു ഫീൽ നമുക്ക് ഈ സിനിമയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഷമീർ തിലകൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പാട്ട് നല്ല രീതിയിൽ തന്നെയാണ് റോൾസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് സിനിമ കൊണ്ട് എത്തിക്കുന്നത്. അത് ക്യാമിയോ റോൾ വേറൊന്നുമല്ല, നമുക്ക് വിചാരിക്കാത്ത കുറേ ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാത്തിരിപ്പ്. എന്തായാലും ഖലീഫ നന്നായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില പോരായ്മകൾ സിനിമയ്ക്കുണ്ട്, അത് എന്തായാലും ഉണ്ടാവും. സിനിമയ്ക്ക് ചെറിയ പോരായ്മകൾ വന്നേ തീരൂ. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സിനിമയും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. ഓണ സിനിമകൾ ഖലീഫ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഓണ സിനിമകൾ റിലീസാവുന്നുണ്ട്. നമ്മൾ നിയമപോലെ സിനിമ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ അത് പോയി കാണണം. കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നമ്മുടെ ഖലീഫ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ആരും സിനിമ ഉറപ്പായും പോയി കണ്ടിട്ട് ടൂർ സിനിമയാണെന്നോ അല്ലെങ്കിൽ നല്ല എന്നൊരു അഭിപ്രായം ആരും പറയരുത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി കാണുന്നവരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ ആ ടിക്കറ്റ് മുടക്കിയ പൈസ നമുക്ക് എന്തായാലും വസ്തുവിലാണ്, നമുക്കത് മുതലാവും. നല്ലൊരു എൻ്റർടൈൻ സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരെ. ടാറ്റാ ബൈ ബൈ, സീ യു.